സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് 16ാം നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കേൾക്കുന്ന രീതി അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ, അതായത് കേരള സംസ്ഥാനം കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ധവളപത്ര പ്രകാരം അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് 5.7 ലക്ഷം കോടി രൂപയുടെ കടമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ഈ 5.7 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത വേണമെന്നുണ്ടെങ്കിൽ 1-2 മാസം കൊണ്ട് കേരളത്തിന് ആരെയും ആശ്രയിക്കാതെ, ഒരു ലോകബാങ്കിൽ നിന്നും കടം കൊള്ളാതെ ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ ധാതു സമ്പത്ത് കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന കരിമണൽ ഖനന വിവാദവുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിയും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി നടന്നിരിക്കുന്ന ചില അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ഷോൺ ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. 5.7 ലക്ഷം കോടി രൂപയുടെ കടം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ 1-2 മാസം കൊണ്ട് ആ കടബാധ്യതകൾ എവിടെ നിന്നും കടം കൊള്ളാതെ പരിഹരിച്ചു പോകുന്നതിനുള്ള ധാതു സമ്പത്ത് ആലപ്പുഴ, തോട്ടപ്പള്ളി, തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ മേഖലയിലുള്ള തീരദേശത്ത് നിന്നും ഖനനം ചെയ്യുന്ന കരിമണലിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. ലോകത്തെ ഏറ്റവും വലിയ ഒരു സമ്പദ് രാഷ്ട്രമായി, അതായത് ഒരു വേള ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ തന്നെയുള്ള അതീവ സമ്പന്ന മേഖലയായി കേരളത്തെ മാറ്റാനും ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി മാറ്റുവാനുള്ള ധാതു സമ്പത്ത് ഈ കോസ്റ്റ് ഏരിയയിൽ, അതായത് തീരദേശ മേഖലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് CMRL എന്ന കമ്പനി പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെല്ലാം മാസപ്പടിയും പാരിതോഷികവുമെല്ലാം നൽകിയിരിക്കുന്നത്. അത് ഇന്ന് പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള 2.78 ലക്ഷം രൂപയോ അല്ല എന്നുണ്ടെങ്കിൽ കേവലം PV 10 ലക്ഷം രൂപ അല്ലെങ്കിൽ പിണറായി വിജയൻ 10 ലക്ഷം രൂപ എന്നുള്ള 10-50 ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കുകളല്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അത് ഏതാണ്ട് 200 കോടി രൂപയുടെ ഒരു ഇടപാടിലേക്ക് ചെന്ന് നിൽക്കും. ഈ പണം അത്രയും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ അദ്ദേഹം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് രാജ്യാന്തര ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു കേസാണ്. കാരണം പിണറായി വിജയൻ്റെ മകനോടെ അതെ, തന്നെയുമല്ല, ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നതിനാവശ്യമായ തോറിയം, ലിഥിയം എന്നിങ്ങനെയുള്ള പ്ലൂട്ടോണിയം വരെ വേർതിരിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഇലിമിനേറ്റുകൾ വരെ ഖനനം ചെയ്ത് വേർതിരിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു ധാതു സമ്പത്താണ് കരിമണൽ. അങ്ങനെയെങ്കിൽ അന്യ രാജ്യങ്ങൾക്ക്, അതാണ് ശത്രു രാജ്യങ്ങൾക്ക് പോലും നമ്മളെ ആക്രമിക്കുന്നതിനുള്ള ആയുധം നമ്മൾ തന്നെ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള കരിമണൽ ഇടപാടുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കേവലം EDO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രം അന്വേഷിക്കാതെ, കള്ളപ്പണ ഇടപാടുകളോ സാമ്പത്തിക തട്ടിപ്പുകളോ മാത്രം അന്വേഷിക്കപ്പെടാതെ രാജ്യദ്രോഹപരമായ കുറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ NIA വരണം, CBI വരണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത്. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കടത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മുടെ ഈ അമ്പലപ്പുഴ, തോട്ടപ്പള്ളി മേഖലയിലെ കരിമണൽ മാത്രം മതി എന്ന് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിൻ്റെ സാധ്യാസാധ്യതകളെ എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ വിലയിരുത്തുന്നത്? ഒരു കാര്യം പറയാം. നായ കടലിൽ ചെന്നാലും വെള്ളം നക്കിയേ കുടിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ ഗതി അതാണ്. ഇത്രമാത്രം സമ്പന്നമായൊരു സംസ്ഥാനം പലതരത്തിൽ, വനത്തിൻ്റെ പേരിൽ, കരിമണലിൻ്റെ പേരിൽ, പലതരത്തിലുള്ള ബ്രെയിൻ പവറിൻ്റെ നേരിൽ സമ്പന്നമായ സംസ്ഥാനത്തിന് ദാരിദ്ര്യം പറയാനും കഷ്ടപ്പെടാനും ഒരു ചാറ്റമഴ വന്നാൽ പോലും സഹായഹസ്തവുമായിട്ട് പിരിവിൽ നടക്കാനാണ് നമ്മുടെ നേതാക്കന്മാരുടെ വിധി, അല്ലെ അവർ നമുക്ക് വേണ്ടി അത് ചെയ്യുന്നു. ഇനി ഈ സംഭവം പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ചോദിക്കും, ഇത്രയും കടം കേരളം എങ്ങനെ വീട്ടും? അമ്മച്ചിമാർക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക് ഒരു 50 പൈസ അല്ലെ 2 രൂപ ടിക്കറ്റ് വേണ്ടെന്ന് വെച്ചാൽ കേരളം KSRTC മൊത്തം മുടിയല്ലേ? ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകും? ഇങ്ങനത്തെ ബാലിശമായ ചോദ്യങ്ങൾ ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ നിമിഷങ്ങളിൽ പോലും കേരളത്തിൻ്റെ നിയമസഭയിലും പുറത്തും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച തുടങ്ങാം. കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് ബാലകൃഷ്ണനുള്ള മന്ത്രി അന്ന് പഞ്ചാബിൽ കലാപങ്ങൾ നടക്കുന്ന സമയം
തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം പഞ്ചാബ് സ്വതന്ത്ര രാജ്യമാകണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. അപ്പോൾ കേരളവും കേന്ദ്രവുമായ ചില പ്രശ്നങ്ങളുണ്ട്, അവഗണന വരുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ളയുടെ ഗ്രൂപ്പിൻ്റെ ഒരു ക്യാമ്പിൽ, ചരൽക്കുന്നിലാണെന്ന് തോന്നുന്നു, ഒരു ക്യാമ്പിൽ ബാലകൃഷ്ണപിള്ള ഒരു മുദ്രാവാക്യം ഉയർത്തുകയാണ്, പഞ്ചാബെങ്കിൽ പഞ്ചാബ്, കേരളത്തിനും അതുപോലെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് സ്വതന്ത്ര രാജ്യം, അത് പണ്ട് CP പറഞ്ഞ രാജ്യമാണ്, തിരുവിതാംകൂർ രാജ്യമായിട്ട് നമുക്ക് മാറണം. ഉടനെ ചില പത്രപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ മാറിയാൽ എങ്ങനെയാണ് കേരളത്തിൻ്റെ, ഇത്രയും ചെറിയ കേരളത്തിന് അതിൻ്റെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ പറഞ്ഞുള്ളൂ, ഞാൻ വേറൊന്നും ചെയ്യില്ല. നമുക്കിപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് കൊച്ചി തുറമുഖത്ത് നിന്ന് കിട്ടുന്നത് 10,000 കോടി കിട്ടിയ ഭാഗ്യം, അതിന് പകരം ആ വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെ മൊത്തം ഞാൻ ബ്രിട്ടനോ അമേരിക്കയ്ക്കോ കൊടുത്ത് ഒരു 10,000-15,000 കോടി സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എല്ലാ ജനങ്ങൾക്കും, കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ, അന്നത്തെ കാലത്ത് 10 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രമുള്ള വരുമാനം അതിൽ നിന്ന് മാത്രം കിട്ടും. പിന്നെ ബാക്കി കൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടും മറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് നടത്താം എന്ന് തമാശയായിട്ടും കാര്യമായിട്ടൊരു മറുപടി പറഞ്ഞു. അല്ല, അന്ന് ബാലകൃഷ്ണപിള്ളയെ കുടുക്കിയതും ഈ പഞ്ചാബ് മോഡൽ പ്രസംഗം തന്നെയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെട്ടു, രാജ്യദ്രോഹി എന്നുള്ളതല്ലേ. ഇപ്പോൾ ആ വിഷയം ഒന്നുകൂടെ പ്രായോഗികമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക, അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും താങ്കൾ പറഞ്ഞതനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കരിമണലിനുള്ള അമൂല്യമായ സമ്പത്ത് അതെല്ലാ രാജ്യങ്ങൾക്കും ഇല്ല. ഭൂപ്രകൃതി, കടലിൻ്റെ തീരം, അതൊക്കെ അനുസരിച്ച് മാത്രമേ ഉള്ളൂ. ആ സമ്പത്ത് ഉപയോഗിക്കാനുള്ള നൂതനമായ സാധ്യതകൾ ഒത്തിരിയുണ്ട്. ഇതിൽ പല സാധ്യതകളും കേരളത്തിൻ്റെ ടെക്നോളജി വെച്ച്, ഇന്ത്യയുടെ ടെക്നോളജി വെച്ച് ഇതൊന്നും പലരും ഉപയോഗിക്കാൻ പറ്റില്ല. അമേരിക്കയുടെയോ ജർമ്മനിയുടെയോ ജപ്പാൻ്റെയൊക്കെ സഹായം നമുക്ക് തേടേണ്ടി വരും. പക്ഷേ ഇത് ഈ കരിമണൽ ഇവിടുത്തെ മാർക്കറ്റ് വില മാത്രം പല എസ്റ്റിമേഷൻ ഉണ്ട്, 6,70,000 കോടി മിച്ചം വരുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇന്ന് നിലവിലുള്ള കേരളത്തിൻ്റെ കടം മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്താലും പിന്നെയും മിച്ചം കിടക്കുക. ഇത് തുടർച്ചയായിട്ട് ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഇതല്ല, വീണ്ടും വീണ്ടും ഇത് വിൽക്കാൻ കിടക്കും, പല വർഷങ്ങളിൽ കിടക്കും. ഇത് ലേലം ചെയ്ത് കൊടുത്താൽ ഈ മാർക്കറ്റ് വിലയുടെ 4 ഇരട്ടി 5 ഇരട്ടി ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമർത്ഥ്യം. അത് കച്ചവടമാക്കുവാണെങ്കിൽ പോയി അറേഞ്ച്ഡ് സെയിലാണ്, അവിടെ നമുക്ക് കേരളത്തിൽ അത്രയും കിട്ടിയില്ല. എന്നാൽ പോലും ഈ വിഷയത്തിൽ കരിമണൽ കർത്താവായിട്ടുള്ള ബന്ധം ഇതാണ്. ഈ ബന്ധം ഏത് തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കും, അതിനാരൊക്കെ കൂട്ടുനിന്നു? നമ്മുടെ ഇവിടെയുള്ള തോറിയം, ഇൽമനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങിയ ധാതുക്കളെ ശത്രുരാജ്യത്തിന് കൊടുക്കുകയും അവർക്ക് മാരകമായ ബോംബ് ഉൾപ്പെടെയുള്ള, അണുബോംബ് ഉൾപ്പെടെയുള്ള മാരകമായ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ രാജ്യദ്രോഹം വരെ ഉണ്ടോ? സാർ, ഇത് തന്നെയാണ് ഷോൺ ജോർജ് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഈ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുന്നു എന്നുള്ളതല്ല പറയുന്നത്, ഇത്രത്തോളം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ മൂല്യങ്ങളുള്ള, സാമ്പത്തിക മൂല്യങ്ങളുള്ള ഈ ധാതു ലവണങ്ങൾ നമ്മുടെ ഈ കരിമണലിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായൊരു ധാതു ആണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ വിനിമയം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അനധികൃതമായ രീതിയിൽ നടന്നിട്ടുണ്ടോ, അങ്ങനെ ധാരാളം പണം ഈ CMRലേക്ക് വന്നു ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കളും ഈ സാമൂഹ്യ നേതാക്കളും പത്രപ്രവർത്തകരും അല്ലെങ്കിൽ നാട്ടിൽ പെട്ടിക്കട നടത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ലക്ഷങ്ങൾ വാരി എറിയാൻ കർത്തയ്ക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പണം കിട്ടുന്നത് എന്നുകൂടി അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഷോൺ ജോർജ് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പുറത്ത് കേൾക്കുന്ന തരത്തിലുള്ള കണക്കുകളല്ല ഇതിൻ്റെ പുറകിലുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ആരെയും ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇല്ലാത്ത വസ്തുക്കൾ പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്തകളല്ല പറയുന്നത്. ഷോൺ ജോർജ് ഈ അമ്പലപ്പുഴ, ആലപ്പുഴ മേഖലയിൽ നിന്നും ഒരു പിടി കരിമണൽ എടുത്തുകൊണ്ട് ബോംബെയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഒരു ലാബോറട്ടറിയിലേക്ക് ഇത് അയക്കുകയും ഇവിടെ എത്രമാത്രം ഈ പറയുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധനയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന് എന്ത് വിലയുണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി പഠനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രളയക്കെടുതികൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നെതർലാൻഡിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ അംബാസഡർക്ക് ഈ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അതെ മനസ്സിലാക്കുന്നത്. അന്ന് നെതർലാൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മൈനിങ് കമ്പനിയുമായി ചില സന്ദർശനം നടത്തിയിട്ടുണ്ടായി, കമ്പനിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായി, ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. പ്രളയക്കെടുതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പോകുന്ന ആൾ എന്തിനു വേണ്ടിയാണ് ഈ മൈനിങ് കമ്പനി, ലോകത്ത് തന്നെ ഏറ്റവും വലിയ മൈനിങ് കമ്പനിയാണ് ഈ കമ്പനി എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ
ഈ തോട്ടപ്പള്ളി അമ്പലപ്പുഴ മേഖല തൃക്കുന്നപ്പുഴ മേഖലയിലുള്ള കരിമണലുമായി ബന്ധപ്പെട്ട് ഇന്ന് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ വളരെ വിശാലമായ വിപുലമായ അനധികൃതമായ ഇടപാടുകൾ അതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കപ്പെടണം. ഇത് അന്വേഷിക്കുന്നതിന് ഒരു സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്ന ഏജൻസി മാത്രം പോരാ, അവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാട് മാത്രം നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം പോരാ, അവിടെ CBI അന്വേഷണം ആവശ്യമുണ്ട്. രാജ്യദ്രോഹപരമായ കുറ്റം നടന്നിട്ടുണ്ടോ എന്നറിയുന്നുണ്ടെങ്കിൽ രാജ്യാന്തര കുറ്റം നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി NIA തന്നെ വരണം എന്നുകൂടി ഷോൺ ജോർജ് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. വലിയ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഈ ബജറ്റ് അവതരണ വേളയിൽ ഈ ഷോൺ ജോർജ് ഇത്തരം ഒരു കാര്യം പുറത്തുവിടുകയും ചെയ്യുന്നതോടുകൂടി ഇതിൽ വലിയ വലിയ മാനങ്ങൾ പുറത്തു വരുന്നത്. കാരണം ഈ കയ്യിൽ സ്വർണം വെച്ചിട്ട് എന്തിന് റോട്ടിൽ തെണ്ടി നടക്കുന്നു, അങ്ങനെ ഒരു എന്താണ് തരത്തിലുള്ളൊരു മുത്തൂറ്റിൻ്റെ ഒരു പരസ്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പണയം വയ്ക്കാൻ ചെയ്യില്ലെന്ന് ഒരാൾ പറയുന്നൊരു കാര്യമാണ്. ഇവിടെ എന്താണ് നിധികുംഭത്തിന് മേലെയാണ് കേരളം ഇരിക്കുന്നത്. ഈ 5 ലക്ഷം കോടി അല്ലെങ്കിൽ 5.7 ലക്ഷം കോടി എന്ന് പറയുന്ന കടമൊന്നും കേരളത്തിന് ഇത് ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്നൊരു കടമയല്ല. 2-3 മാസം കൊണ്ട് ലോകത്തിൽ തന്നെ വമ്പൻ സാമ്പത്തിക ശേഷിയായി വളരാൻ സാധ്യതയുള്ള കേരളത്തിൻ്റെ ധാതു സമ്പത്താണ് ഇവിടെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വസ്തുത മാത്രമല്ല, അത് രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളിലേക്ക് ഈ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം മൂലകങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതീവ സാമ്പത്തികമായും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയൊരു കുറ്റകൃത്യം ഇവിടെ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ആരോപിക്കപ്പെടുന്നത്. ഇത് ഇന്ന് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ, അതായത് PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിച്ച ഒരു ഇടപാടുമായി ബന്ധപ്പെടുത്തി മാത്രം ഇതിനെ ഒരു കാരണവശാലും ലഘൂകരിക്കാൻ പാടില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാറ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എത്രത്തോളം ഗൗരവം? 2 കാര്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഷോൺ ജോർജും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഒരു വിദ്യാഭ്യാസ അറിവും തലച്ചോറും പറയുന്നില്ല. ഈ കരിമണലിൻ്റെ സമ്പത്ത് ധാതുക്കളിൽ നിന്നും കൂടെ കൂട്ടുമ്പോൾ കിട്ടാൻ പോകുന്ന സമ്പത്തിന് പരിധികളില്ല. ഒരു 10 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ പോലും അതൊരു എക്സാജറേറ്റഡ് എമൗണ്ട് അല്ല, വേണമെങ്കിൽ കിട്ടാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു സമ്പത്തായിരുന്നു നമ്മുടെ മരമുറി ചാനലുകാർ മരം വെട്ടിയെടുക്കുക, മൂട്ടിൽ മരം മുറി. അത് വേണേൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അങ്ങനെ സാമ്പത്തികമായി ലോകത്തെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഈ ഫിൻലൻഡിൽ നിന്ന് പോകണ്ട, അവരൊക്കെ ഇങ്ങോട്ട് വരുന്ന നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് തനത് പിച്ചച്ചട്ടി എടുക്കാതെ ഒരു മഴ പെയ്യുമ്പോൾ ചട്ടി കൊണ്ട് പോകുന്ന പരിപാടി നിർത്തിയിട്ട് ഇവിടെ തന്നെ ഇവിടുത്തെ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള സാങ്കേതിക സഹകരണം മേടിക്കണം. അപ്പോൾ അവരെ ആ രാജ്യങ്ങളുമായി ഗീവ് ആൻഡ് ടേക്ക് പോളിസി പ്രകാരം ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്നുള്ള BOT സ്കീം പോലെ ഈ കമ്പനികൾ ഇവിടെ തന്നെ നടത്താനും ഇവിടെ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാനും അപ്പോൾ കാശ് ഇവിടെ തന്നെ രൊക്കം വരാനുമുള്ള ഇടപാടുകൾ കൂടെ സുതാര്യമായ ഇടപാട് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശമായി കേരളം മാറും. കേരളത്തിൻ്റെ സമ്പത്ത് ശരിക്കും ഉപയോഗിച്ചാൽ ഇന്ത്യ മോഡിയെയും ആദിത്യനാഥിനെയും അതുപോലുള്ളവരെ പോലും വിലക്കെടുക്കാനുള്ള പൈസയുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറും. അവരുടെ മുമ്പിൽ പോലും ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതി വരികയില്ല. ഇപ്പോൾ 50 കോടി വേണം, 100 കോടി വേണം എന്നൊക്കെ പറയാൻ പോകാൻ നാണയില്ലേ? ഇത്രയും സമ്പത്ത് അത് എടുക്കാനുള്ള ഇച്ഛാശക്തി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളെ കൂടെ നിർത്തണം. അതിൽ നിന്ന് ഒരു പൈസ പോലും വേറൊരുത്തിന് അടിച്ചെടുത്തുകൊണ്ട് പോവുകയില്ല. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ഏത് സമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞാലും പബ്ലിക് റിലേഷൻസിലെ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാലും അത്തരം വ്യവസായികൾക്ക് കൊള്ള ചെയ്യാനുള്ള അവസരമില്ലാതെ കേരളത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ ഉറപ്പ് പറയുന്നു കേരളം ലോകത്തിലെ ഏറ്റവും സമ്പന്നമാകുമെന്ന് പറഞ്ഞത് മാത്രമല്ല, കേരളത്തെ പട്ടിണി ദാരിദ്ര്യം എന്തെന്ന് പറയുന്നത് കേരളത്തിന് കേട്ടുകേൾവിയായിട്ട് മാറും. എന്തായാലും ഷോൺ ജോർജ് വെളിപ്പെടുത്തിയത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി നടക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് ഇത് പരിമിതപ്പെടുത്തേണ്ടതല്ല എന്ന് പറയുമ്പോൾ അതായത് രാജ്യം കണ്ടതിൽ ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളിലൊന്നായി മാറുന്നു. CMRലും എക്സാലോജിക്കും തമ്മിലുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഇടപാടുകളിൽ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുത അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. വൈകാതെ ആ അന്വേഷണം നടക്കുമെന്നും കേരളത്തിൻ്റെ ഈ കരിമണൽ ഖനനം യഥാർത്ഥമായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ആറ്റമിക് റിസർച്ച് സെൻ്ററിൻ്റെയും എല്ലാം ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി വിനിയോഗിക്കപ്പെടേണ്ടതാണെന്നും കേരളം പോലുള്ള ചെറിയ ഒരു സംസ്ഥാനത്തിൻ്റെ കടക്കണികൾ നീങ്ങുകയും ലോകത്തെ തന്നെ സമ്പന്നമായ രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ, കേരളത്തെ ഉയർത്താനായിട്ട് ഇതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ കൂട്ടത്തെ
പാലായിൽ നിന്നുള്ള മറ്റൊരു നേതാവ് ഇതുപോലത്തെ ഒത്തിരി അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള നേതാവ്, അത് ട്രാൻസ്പോർട്ട് സെക്ടറിലെ പ്രധാന ഡിജോ കാപ്പൻ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത് എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നില്ല. അങ്ങനെയൊന്നും അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രത്യാശിക്കാം.